അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലും മെഹനാസ് എങ്ങനെയായിരുന്നു? കുഞ്ഞിനൊന്നും ഓൻ അങ്ങനെ നോക്കലൊന്നുമില്ല. വീട്ടിലായ സമയത്തും എന്താ പറയുക, ഓന് ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞെടുത്തേക്ക് പോയാലൊക്കെ ഓന് ദേഷ്യമായിരുന്നു. ഓനങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല കുഞ്ഞിനൊന്നും. ഈ എന്താണ് നമ്മൾ കാണുന്ന ആൾക്കാർ മേനാസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾക്കറിയാം അങ്ങനെയാണെന്ന്. പിന്നെ ഈ വീഡിയോസും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അതുപോലെ ഒരു വരുമാനത്തിൻ്റെതായതിനെ കൊണ്ട് അങ്ങനെ ചെയ്യല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മോള് നിന്ന് കൊടുത്തില്ല, ഓളോട് ദേഷ്യം പിടിക്കുകയും തക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഓള് നിന്ന് കൊടുക്കും. ഓന് ആ വരുമാനമല്ലേ ഉള്ളൂ, ഓന് വേറെ എന്ത് വരുമാനമുള്ളത്? ആ ഇതല്ലേ ഇതാക്കുന്നത്. ഈ മെഹൻ വർഷങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ റിഫയുടെ ഉമ്മ ഇതേ കണക്കുണ്ടെങ്കിൽ മെഗനുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യമാണ് ഇതും. സോ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഓഡിയോ ആണ് ഇതേ കണക്കത്തുള്ള ഇൻ്റർവ്യൂസും ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ കണക്ക് പണ്ടേ ഉണ്ടെങ്കിൽ മെഗനുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇല്ല അവൻ നല്ലവനല്ല, അല്ലെങ്കിൽ അവന് ഭയങ്കര ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള രീതിയിൽ. സോ അവൻ കാരണമാണ് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ സഭ വീട്ടിൽ നിന്ന് പോയത്, മാറി താമസിക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. സഭ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, താൻ ആരുടെ കൂടെ ഒളിച്ചോടിയൊന്നും പോയതല്ല, താനുണ്ടെങ്കിൽ വേറൊരു ഫ്ലാറ്റ് എടുത്ത് മാറിയതാണ്, അതല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. ഇതേ കണക്കുണ്ടെങ്കിൽ മെഗന് ചുമ്മാ കള്ളം പറയാന്നുള്ള രീതിയിലായിരുന്നു സഭ പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന കണക്കല്ല ആൾക്കാർ യഥാർത്ഥത്തിലുള്ളത്, അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും. നമ്മളുണ്ടെങ്കിൽ ഇതേ കണക്ക് നമ്മൾ മുമ്പ് ആക്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇതേ കണക്കത്തുള്ള വീഡിയോയ്ക്ക് മുമ്പേ ഒന്ന് നല്ലത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ വേറെ രീതിയിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എന്തായിരുന്നാലും ശരി, മെഗനുവിൻ്റെയും സഫയുടെയും കേസിൽ ആരാ കറക്റ്റ് റോങ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടുപേരുടെ ഭാഗം കേട്ടാൽ മാത്രമേ എന്തോ ശരിയെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.